നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി, പർവേഷ് ശർമ്മ ഉപമുഖ്യമന്ത്രി, വിജേന്ദ്ര ഗുപ്ത ആയിരിക്കും ഡൽഹി സ്പീക്കർ. ABVPയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ രേഖ ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു കയറിയത് മുതൽ രാജ്യ തലസ്ഥാനത്തെ BJPയുടെ പ്രിയ നേതാവായി വളരുകയായിരുന്നു. മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് രേഖ ഗുപ്ത. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വനിതയായിരിക്കും നിയോഗിക്കുക എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനിർണായക ചർച്ചകൾക്കൊടുവിലാണ് BJPയുടെ പ്രഖ്യാപനം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് ഇന്നലെ LDF യോഗം അംഗീകാരം നൽകി. CPIയും RJDയും എതിർപ്പറിയിച്ചു. എന്നാൽ മുന്നോട്ട് തന്നെയെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ വ്യക്തമാക്കി. കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. തൃശ്ശൂരിൽ കൊല്ലപ്പെട്ടത് ആദിവാസി. പാണഞ്ചേരി 14-ാം വാർഡിലെ താമരവെള്ളച്ചാൽ സാങ്കേതികത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരൻ 60 ആണ് കൊല്ലപ്പെട്ടത്. വനവിഭവമായ പുന്നക്കായ ശേഖരിക്കാൻ കാട്ടിൽ പോയതായിരുന്നു പ്രഭാകരൻ. പുതിയ മദ്യനയം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചില്ല. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിലും ടൂറിസം ഡെസ്റ്റിനേഷൻ ഡ്രൈ ഡേക്ക് മദ്യം നൽകുന്നതിലും കൂടുതൽ വ്യക്തത വേണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അഭിപ്രായമുയർന്നു. കൂടുതൽ വിശദമായ ചർച്ചയ്ക്കായി മദ്യനയം മാറ്റി. ടൂറിസം കേന്ദ്രങ്ങളിലും വിവാഹ പാർട്ടികൾക്കും ഡ്രൈ ഡേ ദിവസം ഇളവ് അനുവദിക്കുന്നതാണ് പ്രധാനമായും പുതിയ മദ്യനയം. ബാർ കോഴ ആരോപണത്തെ തുടർന്നാണ് പുതിയ മദ്യനയം നേരത്തെ മാറ്റിവച്ചിരുന്നത്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി അനുമതി സംബന്ധിച്ച വിവാദത്തിൽ പരസ്യ സംവാദത്തിനുള്ള മന്ത്രി MB രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. മന്ത്രി തന്നെ സംവാദത്തിന് വെല്ലുവിളിച്ചു എന്ന് കേട്ടുവെന്നും പാലക്കാട് MP VK ശ്രീകണ്ഠൻ തനിക്ക് വേണ്ടി സംവാദത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബ്രൂവറി വിഷയത്തിലെ ഏകപക്ഷീയമായ തീരുമാനം അഴിമതിയാണെന്നും സ്വന്തം ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് CPMന്റെ ധാർഷ്ട്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാ വർക്കർമാർ അനാവശ്യമായി സമരം നടത്തുന്നു എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വേദനിപ്പിച്ചുവെന്നും ആവശ്യവും അനാവശ്യവും എന്താണെന്നും മന്ത്രി മനസ്സിലാക്കണമെന്നും ആശാ വർക്കർമാരെക്കുറിച്ച് അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രിയെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാനുള്ളത് ഇനി സ്റ്റാലിൻ്റെ റഷ്യയല്ലെന്നും നമ്മുടെ കേരളമാണെന്നും സമരം ചെയ്യുന്നത് അവകാശമാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്തതിൻ്റെ പേരിൽ ആശാ വർക്കർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ ഞങ്ങളും ഒപ്പമുണ്ടാകുമെന്നും സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും VD സതീശൻ വ്യക്തമാക്കി. ദില്ലിയിൽ ഇന്നലെ നടന്ന ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ പൂർണ്ണ സമവായമായില്ലെന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസ് പാർട്ടി നയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചെന്നും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധിയുണ്ടാക്കുമെന്നുമായിരുന്നു രാഹുലിൻ്റെ ഉപദേശം. എന്നാൽ താൻ പാർട്ടി നയത്തെ എതിർത്തിട്ടില്ലെന്ന് തരൂർ മറുപടി നൽകി. ചില വിഷയങ്ങളിൽ എന്നും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നും പാർട്ടിയിൽ കുറേ കാലമായി തന്നോട് അവഗണനയുണ്ടെന്നും കൂടിയാലോചന കുറയുന്നുവെന്നും തരൂർ പരാതിപ്പെട്ടതായാണ് വിവരം. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന DYFI പരിപാടിയിലേക്ക് ശശി തരൂരിന് ക്ഷണം. മാർച്ച് 1-2 തീയതികളിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് തരൂരിനെ ക്ഷണിച്ചത്. DYFI ദേശീയ പ്രസിഡന്റ് AA റഹീമും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ഡൽഹിയിലെ വസതിയിലെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. എന്നാൽ സൂറത്തിൽ പരിപാടിയുള്ളതുകൊണ്ട് പങ്കെടുക്കാനാകില്ലെന്ന് തരൂർ വ്യക്തമാക്കി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷത്തെപ്പറ്റി സത്യസന്ധമായ നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് തരൂരിനെ ക്ഷണിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ മേൽനോട്ട സമിതി ഇരുഭാഗത്തും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണമെന്നും കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്നും തർക്കമുണ്ടെങ്കിൽ മേൽനോട്ട സമിതി കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം പുനർനിർമ്മിക്കാനായി 35 കോടിയുടെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ചായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചൂരൽമല ടൗണിൽ നിന്നും മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിൻ്റെ നിർമ്മിതി. കഴിഞ്ഞ ദുരന്തകാലത്ത്
പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തി അതിനേക്കാൾ ഉയരത്തിലായിരിക്കും പാലം പണിയുക. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂത്തി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചർച്ച നടത്തി. മസ്കത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂതി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്ത്. യമനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നു. UGC കരടിനെതിരായ കൺവെൻഷനിൽ അമർഷം പ്രകടിപ്പിച്ച് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ ഗവർണർ അമർഷം പ്രകടിപ്പിച്ചു. സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു. കേരളം സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ ഇന്നാണ്. ഗവർണർ ഉടക്കിയതോടെ VC-മാർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. UGCയുടെ കരട് ഭേദഗതിക്കെതിരായ സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തുന്ന കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അമർഷം രേഖപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തിരുത്തി. UGC കരടിന് എതിരായ എന്ന പരാമർശം നീക്കി പകരം UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി. UGCയുടെ കരട് ഭേദഗതിക്കെതിരെ സംസ്ഥാനത്തിന് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നും അതിൽ ചട്ടലംഘനമുണ്ടെന്നും ഗവർണർ അറിയിച്ചിരുന്നു. തൻ്റെ നിലപാടുകൾ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും വിവാദമുണ്ടാക്കാനല്ല ലേഖനമെഴുതിയതെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ശശി തരൂർ MP പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. പല വിഷയങ്ങളും ചർച്ചയായെന്നും എന്നാൽ പുറത്തു പറയില്ലെന്നും തരൂർ പറഞ്ഞു. ആരെക്കുറിച്ചും പരാതിയില്ലെന്നും അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും തന്നെ എതിർക്കാനെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചതിൽ സന്തോഷമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. അനുനയ ചർച്ച നടന്നെങ്കിലും ശശി തരൂരിൻ്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ദേശീയ തലത്തിലും സംസ്ഥാനത്തും പാർട്ടിക്കുള്ളിൽ നേരിടുന്ന അവഗണനയിലും അക്രമത്തിലും കടുത്ത നീരസമാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ അറിയിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. പാർട്ടി നയത്തിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും തരൂരിനെ ധരിപ്പിച്ചിരുന്നു. അതേസമയം ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയതെന്നും ഡേറ്റകൾ CPM-ൻ്റേത് അല്ലല്ലോ എന്നും വേറെ കണക്ക് കിട്ടിയാൽ മാറ്റാമെന്നും പറഞ്ഞ തരൂർ കേരളത്തിനു വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞു. ഈ മാസം 21 വരെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളിൽ ഒരാനയെ വീതം എഴുന്നള്ളിപ്പിക്കാൻ അനുമതി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജില്ലയിൽ നിന്നുള്ള ആനകളെ മാത്രമേ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ. ഈ മാസം 21 ശേഷം കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കും. PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളവും അലവൻസും കുത്തനെ കൂട്ടിയത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുച്ഛവേതനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ലക്ഷങ്ങൾ വാങ്ങുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതെന്നും സതീശൻ വിമർശിച്ചു. അടിസ്ഥാന വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിരന്തരം വെട്ടിക്കുറയ്ക്കുന്ന സർക്കാരിൻ്റെ മുൻഗണനാക്രമം എന്താണെന്ന് വ്യക്തമായെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.